നല്ല ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള ബ്രെഡും നമ്മൾ ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 3/4 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അല്ലാതുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് മാറ്റി വയ്ക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസിയാണ്. കൂടുതൽ നേരം ഈ ഒരു മാവ് അയച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനി അടച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാനിലേക്ക്. ഇനി ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു 200 ഗ്രാമൊക്കെ ചിക്കനും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈക്വലായിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഓരോ ബോൾസും പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് ഇങ്ങനൊന്ന് മടക്കി കൊടുക്കുക. ഒട്ടിച്ചൊന്നും കൊടുക്കണ്ട, ഇതുപോലൊന്ന് മടക്കിയെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ്റെ ട്രേയിലേക്ക് ഈ എല്ലാം പരത്തിയെടുത്തിട്ടുള്ളതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. വെച്ചിട്ട് ഇതിലേക്ക് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള എല്ലാ ബ്രെഡിൻ്റെ ആ പീസിലേക്കും കുറച്ച് മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വെളുത്ത എള്ള് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടിത് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കൂട്ടിയിട്ട് പരത്തിയെടുക്കരുത്. ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ക്യാബേജും ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മയണൈസും കുറച്ച് മസ്റ്റാർഡിൻ്റെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല, മയണൈസിലൊക്കെ നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് ബേക്കായി നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഓവനില്ലാതെയും ഒരു 20 മിനിറ്റ് ഏതെങ്കിലും പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ താഴ്ഭാഗവും മുകൾ ഭാഗമൊക്കെ നല്ലൊരു കളറൊക്കെ മാറി നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അവിടേക്ക് നമുക്ക് ചെയ്തിട്ടുള്ള ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫില്ലിങ്ങാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. നല്ല ഈസിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്